السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നാം എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സഹോദരൻ പുനലൂർ ജലീലിന്റെ പ്രിയപ്പെട്ട മകൾ ആമിന ജലീലിന്റെയും ഇടക്കുളങ്ങര ജനാബ് മുഹമ്മദ് റഫീഖ് മൗലവിയുടെ മകൻ മുഹമ്മദ് സഹലിന്റെയും വിവാഹം നടക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തത്തിലാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ വിശ്വാസിയായ ഒരു പുരുഷന്റെയും വിശ്വാസിനിയായ ഒരു സ്ത്രീയുടെയും വിവാഹം നടക്കുന്ന ആ നിമിഷം അള്ളാഹുവിങ്കൽ വളരെ സന്തോഷകരമായ നിമിഷമാണ്. അള്ളാഹുവിന്റെ അർശ് പോലും ആനന്ദ പുളകിതമാകുന്ന നിമിഷമാണ് ആ കൂടിച്ചേരലിന്റെ, ആ വിവാഹത്തിലൂടെ ഒന്നാകുന്ന നിമിഷം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട അനുഗ്രഹീത വിവാഹങ്ങളിൽ ഈ വിവാഹത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പുനലൂർ ജലീൽ എന്റെ ഒരു ആത്മമിത്രമാണ്. ഒരുപാട് പതിറ്റാണ്ടുകൾ കൊണ്ട് എനിക്കറിയുന്ന ആളാണ്. നിലവിൽ ഇന്നും എനിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി നടക്കുന്ന പല പരിശ്രമങ്ങളിലും പല കൂട്ടായ്മകളിലും മുൻകൈയെടുക്കുന്ന വ്യക്തിയുമാണ്. ഇതിനെല്ലാം ഉപരി അദ്ദേഹം വർഷങ്ങളായി എന്നെ കാണുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യമായിരുന്നു, എന്റെ മക്കളുടെ കല്യാണത്തിന്, എന്റെ മോളുടെ കല്യാണത്തിന് ഉസ്താദ് ഉണ്ടാവണം, ഉസ്താദ് നിക്കാഹ് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. ഞാനപ്പോഴൊക്കെ ഇൻഷാ അല്ലാഹ് പറയാറുണ്ടെങ്കിലും ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ ചക്രവ്യൂഹത്തിന്റെ വ്യാപ്തിയെപ്പറ്റിയും ഇതിന്റെ ഈ കുടുക്കുകളുടെ മുറുകലിനെ പറ്റിയും കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് അദ്ദേഹം അത് പറയുമ്പോഴും എന്റെ മനസ്സ് അത് നടക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ അടുത്ത് കുറച്ചുനാൾ മുമ്പും അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ മകൾക്ക് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഉസ്താദും കൂടിയുള്ള ഒരു സമയത്ത് വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം. പക്ഷെ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി, ഞാനിപ്പോഴും ഭരണകൂട ഭീകരതയുടെ ഈ വലിയ മതിൽക്കെട്ടിനുള്ളിലാണുള്ളത്. എന്റെ പ്രിയ സഹോദരൻ പുനലൂർ ജലീലിന്റെ പ്രിയപ്പെട്ട മകൾ ആമിനായുടെ വിവാഹം ഇന്ന് നടക്കുകയാണ്. വിവാഹത്തിൽ അവിടെ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എങ്കിലും അത് ആമിനായും ജലീലും കുടുംബവും ഒക്കെ ആഗ്രഹിച്ചതാണെങ്കിലും എനിക്ക് എത്താൻ കഴിയാത്ത ആ ഒരു വേദനയും ദുഃഖവും ഏതാനും വാക്കുകളുടെ ആശംസകളിൽ ഒതുക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയുന്നുള്ളൂ. നമുക്കറിയാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, 4 കാര്യങ്ങൾ ഒരാൾ കരസ്ഥമാക്കിയാൽ അയാൾ എല്ലാ നന്മകളും കരസ്ഥമാക്കിയവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് 4 കാര്യങ്ങൾ ഉണ്ടായാൽ അതിലൊന്ന് ഷാക്കിറായ ഹൃദയം, അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്ന ഹൃദയം. പ്രയാസങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം, വിഷമങ്ങളുണ്ടാകാം, നാനാഭാഗത്തു നിന്നും പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അതുപോലെ ശത്രുതകളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരാം. എന്നാലും റബ്ബിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം ആ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളെക്കാളൊക്കെ എത്രയോ അപ്പുറമാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയിരിക്കുന്ന അനുഗ്രഹം. ആ അനുഗ്രഹത്തിന്റെ പേരിൽ എപ്പോഴും അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നാഥാ, നീ എനിക്ക് ചെയ്തു തന്നതെല്ലാം എത്രയോ നല്ലതാണ്, എത്രയോ കാര്യങ്ങൾ നല്ലത് നീ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പരീക്ഷണങ്ങളും പ്രതിസന്ധികളും എനിക്കുള്ളപ്പോഴും അതിനേക്കാളൊക്കെ എത്രയോ വലിയ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നീ എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് എന്ന് ഓർത്ത് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നന്ദി രേഖപ്പെടുത്തുന്ന ഹൃദയമുള്ള വിശ്വാസി, ആ വിശ്വാസിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കിയവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തത് റാക്കിറായ നാവ്,
അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള വർത്തമാനവും ചിന്തയും അല്ലാത്ത ഒന്നും ആ മനുഷ്യനിൽ നിന്നുണ്ടാവില്ല. അവന്റെ നാവ് എപ്പോഴും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവന്റെ ചിന്തയും ഹൃദയവും എല്ലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. നാവ് ദിക്റ് കൊണ്ട് നനഞ്ഞുകൊണ്ടിരിക്കുക, അത് വലിയ ഭാഗ്യമാണ്. അനാവശ്യ വർത്തമാനങ്ങളും അനാവശ്യ സംസാരങ്ങളും അനാവശ്യ വിമർശനങ്ങളും ഒക്കെ ഒഴിവാക്കി നാവിനെ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ ചലിപ്പിക്കുന്ന അവസ്ഥ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ചിന്ത, ആകാശഭൂമികളുടെ സംവിധായകനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ഓർത്ത് നാവ് കൊണ്ട് അവനെ കുറിച്ച് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുക. അലദ്ദുൽ ലദ്ദാത്ത് എന്ന അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലദ്ദുൽ ലദ്ദാത്തി മഅരിഫത്തുല്ലാഹ്, അഭിരുചികളിൽ വെച്ച് ഏറ്റവും വലിയ അഭിരുചി അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ അഭിരുചിയാണ് എന്ന് പറയുകയുണ്ടായി. ആ അഭിരുചി എപ്പോഴും ഉണ്ടാവുകയും നാവ് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസി അള്ളാഹുവിന്റെ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കിയവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്നാമത്തത് അവിടുന്ന് പറഞ്ഞു, ക്ഷമിക്കുന്ന ശരീരം. ഏത് രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നാലും അതിനെയൊക്കെ ക്ഷമിക്കുന്ന ഒരു ശരീരം, അതിന്റെ ഒന്നും പേരിൽ അസ്വസ്ഥമായി തളർന്നു തകർന്നു പോകാത്ത ഒരു ശരീരം, അതുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. നാലാമത്തതാണ് നമ്മുടെ ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രാധാന്യപൂർവ്വം നാം മനസ്സിലാക്കേണ്ടത്, തന്റെ ശരീരത്തിലും ഭർത്താവിന്റെ സമ്പത്തിലും വിശ്വസ്തത പുലർത്തുന്ന ഒരു ഭാര്യ. അതൊരു മനുഷ്യന് കിട്ടിയാൽ അത് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ഈ 4 കാര്യങ്ങളും കിട്ടിയ ആള് ദുനിയാവിലെ മൊത്തം അനുഗ്രഹങ്ങളും കിട്ടിയ ആളെപ്പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. വിശ്വസ്തയായ ഒരു ഭാര്യയെ കിട്ടുന്ന ആളിന് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹമാണ് കിട്ടുന്നത് എന്നുള്ളത്. ഭാര്യ ഉണ്ടായി എന്നതുകൊണ്ടായില്ല, ഭാര്യ ജീവിതത്തിന്റെ മൊത്തം സന്തോഷമാകണം, ജീവിതത്തിന്റെ മൊത്തം സംതൃപ്തിയാകണം, ജീവിതത്തിന്റെ മൊത്തം സമാധാനമാകണം. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും പ്രയാസഘട്ടങ്ങളിലും വിഷമഘട്ടങ്ങളിലും താങ്ങായി തണലായി കുളിരായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരവസ്ഥ ഒരു ഭർത്താവിന് കിട്ടിയാൽ മറ്റെന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും അത് അള്ളാഹുവിൽ നിന്നുള്ള വലിയ അനുഗ്രഹവും നിഅമത്തുമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരായി നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ആമിന ജലീലും പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് സഹലും തമ്മിലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം, ആ ഒരവസ്ഥയിൽ എന്നും പരസ്പരം താങ്ങും തണലും സന്തോഷവുമായി അങ്ങനെ നീണ്ടുപോകുന്ന ജീവിതവും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിലും ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്ന അവസ്ഥയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുദീർഘമായി പ്രസംഗിക്കുന്നില്ല. പ്രതിസന്ധികളുടെ ലോകത്തേക്കാണ് പ്രിയപ്പെട്ട വധൂവരന്മാരെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ പോകുന്നത്. 4 ഭാഗത്തു നിന്നും അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന, നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന, എല്ലാ ഭാഗത്തു നിന്നും ഭരണകൂട ഭീകരത. പണ്ടൊക്കെ നമുക്കറിയാം, ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ആ കാര്യങ്ങളിലൊക്കെ മുത്തലാഖ് ബിൽ ഉൾപ്പെടെ അതിനോട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ ഉൾപ്പെടെ അടുത്ത സമയത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മുസ്ലിം സമുദായത്തെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ഉന്നം വെച്ച് മുസ്ലിം സമുദായത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയുള്ള ഹീനമായ ശ്രമങ്ങൾ, മർദ്ദിത സമൂഹങ്ങളെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്യാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മുമ്പൊക്കെ നമുക്ക് അത്തരം ഘട്ടങ്ങളിൽ ഭരണകൂടത്തിന്റെയും എക്സിക്യൂട്ടീവിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ കോടതിയെ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ കോടതികളുടെ അന്തരീക്ഷവും വളരെ മോശമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇങ്ങനെ 4 ചുറ്റു നിന്നും നിയമ സംവിധാനങ്ങളുടെ, നീതി സംവിധാനങ്ങളുടെ, ഭരണകൂടങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും അതിശക്തമായ ശത്രുതയുടെയും എതിർപ്പിന്റെയും സംഹാര മനോഭാവത്തിന്റെയും താണ്ഡവം നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലാണ് ഓരോ വിശ്വാസിയും അവന്റെ വ്യതിരക്തത നിലനിർത്തിക്കൊണ്ട് ഈ കുത്തൊഴുക്കിനെതിരെ ഒരു പരൽമീൻ വലിയ ഒഴുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്തിപ്പോകുന്ന പരൽമീനെ പോലെ എങ്കിലും നമുക്ക് ഈ ഒഴുക്കിനെതിരെ മുന്നോട്ട് നീങ്ങിപ്പോകേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ട വധൂവരന്മാരായ മക്കളെ, എനിക്ക് പറയുവാനുള്ളത്, എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കുക.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തമമായ മാതൃകയെ മുറുകെ പിടിക്കുക. വിശുദ്ധ ഖുർആനും ഹദീസും നമ്മുടെ ജീവിത മാതൃകയാക്കുക. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി നാം പരിശ്രമിക്കുകയും അപ്പോഴും നമ്മുടെ വിശ്വാസപരമായ വ്യതിരക്തത നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ആർക്കും ഒരു തിന്മയും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല, ഒരു ദോഷവും നമ്മളിൽ നിന്ന് വരാൻ പാടില്ല. നമുക്കെതിരെ ഏതെല്ലാം തരത്തിലുള്ള പ്രകോപനങ്ങളും പ്രതിസന്ധികളും പ്രചണ്ഡമായ പ്രചരണങ്ങളും ഉണ്ടാകുമ്പോഴും നാം നമ്മുടെ നാഥനിൽ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മുന്നേറുക. അതിനെന്റെ പ്രിയപ്പെട്ട വധൂവരന്മാർ തീരുമാനമെടുക്കണം. വിശ്വാസത്തിന്റെ ദൃഢതയും വ്യതിരക്തതയും നിലനിർത്തിക്കൊണ്ടും സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയും നന്മയിൽ അധിഷ്ഠിതമായും ജീവിതം മുന്നോട്ട് നയിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കണം. അല്ലാഹു തആല വധൂവരന്മാരായ എന്റെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കെല്ലാം നന്മയും അല്ലാഹു ചെയ്യുമാറാകട്ടെ. അല്ലാഹു ജാതി മത വ്യത്യാസമന്യേ ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ നന്മയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വധൂവരന്മാർക്ക് എന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന്റെ വേദനയും ഖേദവും പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ നിരപരാധിത്വം വ്യക്തമായി എനിക്ക് കേരളത്തിലേക്ക് മടങ്ങിയെത്താനുള്ള അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുപാട് രോഗങ്ങളും വിഷമങ്ങളും ഉണ്ട്. ഇന്ന് ഈ സംസാരിക്കുന്ന ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന രാത്രിയുടെ പകൽ മൊത്തവും രോഗശയ്യയിൽ തന്നെ കിടപ്പിലായിരുന്നു. വളരെ വിഷമകരമായ അവസ്ഥയിലായിരുന്നു. പക്ഷെ ജലീൽ എന്നെ ആവർത്തിച്ച് എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, ഏതാനും വാക്കുകൾ പറയണമെന്ന്. അതുകൊണ്ടാണ് ഈ രാത്രിയിൽ ഇത് റെക്കോർഡ് ചെയ്ത് വിടുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജഗന്നിയന്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വധൂവരന്മാരെ ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനക്കുമാ ഫീ ഖൈരിൻ വആഫിയ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.